എമ്പുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇപ്പോൾ മോഹൻലാൽ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. ഈ ഖേദപ്രകടനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം? വിഷ്ണു. ഉന്മേഷ, എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യമായാണ് മോഹൻലാൽ ഒരു പ്രതികരണം നടത്തുന്നത്. അതൊരു ഖേദപ്രകടനമാണ്. തന്റെ എമ്പുരാൻ എന്ന സിനിമയിലെ ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ അത് ഒരു വിഭാഗത്തെ വലിയ മാനസിക വിഷമത്തിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ആ ടീമിന്റെ ഭാഗമായി നിൽക്കുന്ന തനിക്ക് കൂടിയാണ്. അതുകൊണ്ട് അത്തരം മനോവിഷമം നേരിടുന്ന ആളുകളോട് താൻ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായി താൻ ചെയ്ത സിനിമകളിൽ ഒരു തരത്തിലും ഒരു മതത്തെയോ രാഷ്ട്രീയ സംഘടനയോ ഒന്നും കാര്യമായി അല്ലെങ്കിൽ അവർക്ക് എതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള സിനിമകളൊന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കരുതൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു കലാകാരൻ നിലയുടെ കടമ കൂടിയാണത്. അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പ്രകടനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനോവിഷമം ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രമേയങ്ങൾ ഈ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ ഒന്നാകെ എത്തിയിട്ടുണ്ട്. അതിനി അടുത്ത ദിവസം മുതൽ ആ സീനുകൾ സ്ക്രീനിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. സമാനതകളില്ലാത്ത ആക്രമണമാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ തെറ്റായ രീതിയിൽ ഈ സിനിമ മുന്നോട്ട് വെച്ചു. അതിൽ മോഹൻലാലിനടക്കമുള്ള ആളുകൾക്ക് രൂക്ഷ വിമർശനം ഉണ്ടായി. ഈ സിനിമ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലും അതിന്റെ റിവ്യൂ നടക്കുന്ന ഘട്ടത്തിലും ഒന്ന് മോഹൻലാൽ ഇത് കണ്ടില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സംഘപരിവാർ സൈബർ സൈറ്റുകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ചോദ്യമായി ഉയർന്നിരുന്നു. അതിനെല്ലാം ഒരു മറുപടിയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. താൻ ഖേദം പ്രകടിപ്പിക്കുന്നു. താൻ മാത്രമല്ല ആ ടീം ഒന്നാകെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇനി അത്തരത്തിലുള്ള സീനുകൾ ഈ സിനിമയിൽ ഉണ്ടാകില്ല. ഏകദേശം 17ഓളം വരുന്ന സീനുകളാണ് മുറിച്ചു മാറ്റാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ വിവാദം അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ പറയാതെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 40 വർഷമായി താൻ ഈ സിനിമാ മേഖലയിലുണ്ട്. നിങ്ങളുടെ വിശ്വാസവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെയാണ് എന്റെ കരുത്ത്. തുടർന്നും അങ്ങോട്ട് അത് വേണം. ഈ ഒരു വിവാദത്തിന്റെ പേരിൽ അത് ഉണ്ടാകാതിരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഒരു 48 മണിക്കൂർ പിന്നിടുന്നു. അതിനുശേഷമാണ് മോഹൻലാലിന്റെ ഒരു പ്രതികരണം വന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ പൃഥ്വിരാജ് സുകുമാരന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ചിത്രത്തിന്റെ നേരത്തെ വിതരണത്തിനെടുത്ത ഗോകുലം ഗോപാലൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. മനോവിഷമുണ്ടായ സീനുകളൊക്കെ വെട്ടിമാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 17 സീനുകൾ മുറിച്ചു മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഏറ്റവും ഒടുവിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മനോവിഷമം നേരിട്ട ആളുകളോട് ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു. ഉന്മേഷം. വിഷ്ണു, ഇപ്പോൾ ഈ സിനിമയ്ക്ക് തൊട്ടു പിന്നാലെ വന്ന വിവാദങ്ങൾ ഏത് ക്യാമ്പിൽ നിന്നാണ് എതിർപ്പുയർന്നത്? അവർ മുന്നോട്ട് വെച്ച നിലപാട് എന്തെന്നറിയാം. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻലാലിന്റെ വിശദീകരണം, ഈ ഖേദം പ്രകടിപ്പിക്കൽ, അങ്ങനെ വിവാദ സീനുകൾ ഒഴിവാക്കുന്നത്.